എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. കുറച്ച് സമയം എടുക്കണം, മൊത്തം കംപ്ലീറ്റ് ആക്കണമെങ്കിൽ. ഒറ്റയടിക്ക് പറഞ്ഞു ദ ഗോട്ട്. അതല്ല അതിന്റെ പേര്, ദ ഗോട്ട് അല്ല, അല്ലല്ലേ, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്നുള്ളതാണ് സിനിമയുടെ പേര്. ഓക്കെ, ഗോട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ചെല്ലപ്പേരിട്ട് വിളിക്കാം, ഷോർട്ടാക്കി പറഞ്ഞാൽ മതി. പക്ഷെ സിനിമയുടെ പേര് അതല്ല. അത് അവര് ആലോചിച്ചിട്ടുണ്ടാവില്ലേ അതിന്റെ ആ പേര് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ സംഭവം എനിക്ക് തോന്നുന്നറിയോ, ആൾറെഡി ഗോട്ട് എന്നുള്ള പേര് വേറെ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോ ഉണ്ടാവും. അതുകൊണ്ടാണ് ദ ഗോട്ട് എന്നുള്ള രീതിയിൽ ഡിസൈൻ, അതായത് ടൈറ്റിൽ നമ്മൾ പറഞ്ഞല്ലോ ദ ഗോട്ട് എന്ന് കൊടുത്തിട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം താഴെ കൊടുത്താൽ മതിയായിരുന്നു എന്നുള്ളത്. അതവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പക്ഷേ അല്ല ട്രൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ കിട്ടിയില്ല എന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇന്നലെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് നമ്മുടെ റിയാക്ഷനിൽ തന്നെ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് തെളിഞ്ഞ ഉറപ്പുണ്ടായിരുന്നു. അതായത് ആ പോസ്റ്റർ വർക്ക്, അതിൻ്റെ ടോട്ടൽ സംഭവം അതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. അതിൻ്റെ കളറ്, പിന്നെ എന്താ ദളപതി വിജയ് 2 ലുക്കിലായിരുന്നു. അതിൽ യങ് ലുക്കിൻ്റെ ആ ഒരു പ്രത്യേക സംഭവം ഫേസിലൊക്കെ ഉള്ളതല്ലേ. ആ പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് വേറെ ഇഷ്ടപ്പെട്ടില്ല. അതെ, പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്നുള്ളതിൻ്റെ ടൈറ്റിൽ ഡിസൈൻ ഇതൊന്നും ഇഷ്ടമായിരുന്നില്ല. പക്ഷേ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്, ഒരു സംശയ കാര്യത്തിലില്ല. കാരണം രണ്ടും പ്രസന്റിലും ഫ്യൂച്ചറിലും ഉള്ള സംഭവമായിരിക്കാം. ഒന്ന് പാസ്റ്റില് ഒന്ന് ഫ്യൂച്ചറിലും ആയിരിക്കും, മേ ബി, അല്ലെങ്കിൽ പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആയിരിക്കും. എന്തായാലും പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറൊക്കെ തമ്മിലുള്ള ഒരു കളി തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. ഓക്കെ, പിന്നെ അതിലൊരു സംഭവം ഉണ്ടായിരുന്നു, ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്നുള്ളതിൽ ഗ്രേറ്റസ്റ്റ് ടൈം എന്നുള്ളത് വലുതാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ടൈം ട്രാവലർ മൂവി തന്നെയാണ് എന്നുള്ളത് കൺഫേം ആണ്. അതെന്തായാലും നമ്മൾ ഇന്നലെ തന്നെ ഉറപ്പിച്ചു, അത് ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. എന്താണെങ്കിലും പോസ്റ്ററുകളിൽ ഇന്നൊരു സെക്കൻഡ് ലുക്കും കൂടി വരുന്നുണ്ട്. കുറച്ചും കൂടി എന്താ പറയാ, പ്രതീക്ഷ കൂട്ടിക്കൊണ്ടുള്ളൊരു സംഭവമാണ്. ഹെവി ആണെന്നുള്ളതാണ് പ്രതീക്ഷ കേൾക്കുന്നത്. അർച്ചന കൽപ്പാത്തി ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആളുടെ പ്രതീക്ഷയുള്ള, അതായത് ആളുടെ ഏറ്റവും ഫേവറേറ്റ് അതാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും 6-2 ആയിട്ടുണ്ട്. വിജയ് സാർ വാവ്, എടുത്തപ്പോ തന്നെ അതാണ് അളിയാ. കിട്ടിയോ? എന്താ എനിക്ക് കിട്ടാത്തത്? രണ്ടുപേരും ഒരുമിച്ചോ? ഇത് കൊള്ളാട്ടോ, ഇത് ഐറ്റം കൊള്ളാം. ഇത് ആളുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റൂല, വർക്ക് കിട്ടുക. പക്ഷെ ഇത് വേറെ കാരണം, ഈ എനിക്ക് യങ് ലുക്കില്ലേ അതിലെ ഹെയർ സ്റ്റൈലാണ് ഇപ്പോഴും. ആ ഹെയർ സ്റ്റൈൽ മാറ്റിയിരുന്നെങ്കിലേ ടോട്ടലി നല്ല. പക്ഷെ കുറച്ച് ഏജ് ആയിട്ട് കാണിക്കുന്നു, അത് ഭയങ്കരമായിട്ടുണ്ട്. അത് കിടിലൻ ലുക്കാണ്. രണ്ടുപേരും ഒരുമിച്ചോ, അതായത് ഫ്യൂച്ചറും പാസ്റ്റും ഒരുമിച്ച് ബൈക്ക് റൈഡ്. ഞാനത് അതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രല്ല, ഇത് കൊള്ളട്ടോ, ഇത് പൊളിച്ച്. ഇത് ഇന്നലെ ഇറക്കി വിടണ്ടേ? പിന്നെ ഫസ്റ്റ് ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മനഃപൂർവ്വം അതിനെ കുറച്ച് ഒതുക്കി വെച്ചിട്ട് ഇന്ന് ഞെട്ടിക്കോന്ന്. ഇത് പൊളിയായിട്ടുണ്ട്. സംഭവം എവിടെയാണ് ഇത് പോകുന്നത്? അത് മാത്രം ചോദിക്കുക, എയറിലാണോ പോകുന്നത്? താഴത്തേക്കൊക്കെ വെടി വെച്ചോണ്ട് ഗ്ലാസിന്റെ മുകളിലൂടെ ഒരു സംശയം ഉണ്ട് കേട്ടോ. ഗ്ലാസിന് മുകളിലൂടെയാണ് പോകുന്നത്. മുന്നിലെ വിജയ് ഉണ്ടല്ലോ, ഏജ് ആയിട്ടുള്ള എന്തൊരു ലുക്ക്. എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ലിയോ അല്ലേ, അതിനേക്കാളും സൂപ്പർ ആയിട്ട് തോന്നുന്നു അല്ലേ. അതിൽ നിന്ന് ചെറിയൊരു മാറ്റമുള്ളൂ കേട്ടോ. ഏകദേശം അതേ ലുക്കൊക്കെ തന്നെ. താടി കുറച്ചുകൂടി നീട്ടിയിട്ടുണ്ട്, കുറച്ച് കട്ടി കൂടുതലാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല സാൾട്ട് പേപ്പർ ലുക്കിലുള്ളതാണ്. അതെ, അത് ഇതിലും ആ പ്രശ്നം കാണുന്നുണ്ട്. എന്തോ പോലെയാണ് ഫേസ് കാണുമ്പോ. അതെ അതെ, സത്യം അല്ലേ, അതാണ് സത്യം. ഇന്നലെ മുതൽ അത് ഇങ്ങനെ കിടക്കുക, ഈ ചൈനീസ് നേപ്പാളി ഒരു ലുക്കിലേക്ക് പോയിട്ടുണ്ട്. ആ ലുക്ക് ആകുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അല്ല, വിജയന്റെ ലുക്ക് അതല്ലല്ലോ അല്ലേ, ചെറുപ്പത്തിലും അതല്ലല്ലോ. തീർച്ചയായിട്ടും വിജയന്റെ കയ്യിലിരിക്കുന്ന എന്തൊക്കെ, ആളുടെ കയ്യില് ഒന്ന് പിസ്റ്റലും, പിന്നെ ഇത് പബ്ജിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തരം സാധനമാണല്ലോ. ചെറിയ വിജയ്, അത് മുന്നിലിരിക്കുന്ന ആള് ഫുള്ള് സ്യൂട്ടും കോട്ടും, പിന്നെ അതെ അതെ, പിന്നെ ബാക്കിലിരിക്കുന്ന ചിന്ന ദളപതി
അല്ലേ? ആള് ഹൂഡിയാണ്. ഓക്കെ, ഹൂഡിയാണോ? ഹൂഡിയാണ് സംഭവം. ഇത് കൊള്ളാട്ടോ. ഓ, ഒരു ബുള്ളറ്റ് പോകുന്നുണ്ടല്ലോ. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് കൊടുത്തിരിക്കുന്നതിന്റെ ഇതിന്റെ അടിയിലൂടെ ഒരു ബുള്ളറ്റ് പോകുന്നുണ്ട്, ഒരു വെടി പോകുന്നുണ്ട്. ഓക്കെ, ഇത് ഇന്നലെ ഇറക്കണമായിരുന്നു ശരിക്കും. അതെ, സംഭവം അത്യാവശ്യം ഇത് ഫ്യൂച്ചറിൽ തന്നെ കേട്ടോ. ഫ്യൂച്ചർ തന്നെ ആയിരിക്കും, ഒരു 2050 മുകളിൽ ടൈം ആയിരിക്കുമോ? അതായത് ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ കാണുന്നതേ, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ? സംഭവം കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള സാധനമൊക്കെയാണ് കാണുന്നത് കേട്ടോ. അതെ, ഫുള്ള് ടെക്നിക്കൽ രീതിയിൽ വളർന്ന ഒരു ലോകം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഏതാണത്? അതാ ഞാൻ പറഞ്ഞത്, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല, ഫ്യൂച്ചറിലുള്ള ടൈപ്പ് സാധനമായിരിക്കും. മനസ്സിലായോ? വെങ്കട് പ്രഭ ആയിരിക്കാം. ഇത് ഈ ഒരു ടൈപ്പ് ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ തന്നെ ഇവരൊക്കെ സിനിമയിലൊക്കെ വലിയ ബൈക്കെല്ലാം ഉപയോഗിക്കുള്ളൂ, നമ്മ കണ്ടുപിടിക്കും. എന്തായാലും നല്ല കട്ടിയുള്ള ഗ്ലാസ് ഒക്കെ തന്നെയായിരിക്കും. അല്ല, ഇതിന്റെ കൂടി അവിടെ ഒരു ഹായ് ത്രില്ലായത് കണ്ടല്ലോ, അത് അതിന്റെ ഇടയിൽ കൂടി പോയി. അപ്പൊ ഞാൻ മാത്രമല്ല എന്നെ കുറയ്ക്കാൻ പാടല്ലോ, ത്രില്ലോട് ത്രില്ല് കൊടുക്കാം. അല്ല കൊടുക്കൂലേ? തോന്നിയെങ്കിൽ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും, പിന്നെ തോന്നാതെ എന്തിനു കൊടുക്കുന്നു? അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ കയറണമെന്നുള്ള ചിന്ത കാരണം അങ്ങനെ ഞാൻ നമ്മുടെ തോന്നിയ വികാരം എന്ത്, നമ്മുടെ റിയാക്ഷൻ ആയിരിക്കണം. അല്ല, അങ്ങനെ ഞാൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ചിലപ്പോ ചെയ്യായിരിക്കും. അല്ല, ഒറ്റയടിക്കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അതിനകത്ത് പിന്നെ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, എന്തായാലും ഒരുപാട് ഡയറക്ടർ ബ്രില്യൻസ് ഒന്നുമില്ല. പക്ഷെ സംഭവം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു റൈഡിൽ ഒരു നല്ലൊരു ആക്ഷൻ രംഗമാണെന്നുള്ളത് കാണുമ്പോൾ നല്ല പ്രതീക്ഷ നൽകുന്നുണ്ട്. സംഭവം ത്രില്ല് നൽകുന്നൊരു സാധനമാണ്. ശരിക്കും ഇന്നലെയും ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ളത് തന്നെയാണ്. ഇതിപ്പോ ഇന്ന് വന്നപ്പോഴും ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ളതാണ്. അത് ശരിക്കും ഞെട്ടിച്ചോട്ടെ, ഈ രണ്ടുപേരും ഒരുമിച്ച് ഇരുന്ന് പോകുന്നത്. പക്ഷെ ഇന്നലെ രണ്ടുപേരെ കാണിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴും നമുക്ക് തോന്നിയത് ഒന്നില്ലെങ്കിൽ ഫ്യൂച്ചർ, അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് മുന്നേ ഉള്ള സംഭവം. ഇതാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നെ ചിന്തിക്കുന്നത് തെറ്റില്ല, അതായത് അപ്പനും മകനും എന്ന് ചിന്തിക്കുന്നത് ആദ്യം തന്നെ ഇന്നലെ എടുത്തപ്പോ തന്നെ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന് ഞാൻ ചോദിച്ചത്. പക്ഷെ പിന്നീട് ഇതിങ്ങനെ കണക്കൂട്ടി വരുമ്പോഴാണല്ലോ ഇത് എന്താ പറയാ സയൻസ് ഫിക്ഷൻ മൂവി ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴാണ് നമ്മുടെ ഇതൊക്കെ വരുന്നത്. ഇന്നലെ ഇതേ ടൈമില് ഈ കിളി പറഞ്ഞായിരുന്നോ, പാവം കൂട് തെറ്റി കരഞ്ഞുകൊണ്ടാ പോകുന്നത്. വിഷമായി കാണാണ്ടാവൂലടാ, കാമുകിയെ തെരഞ്ഞു പോയിരിക്കും. കൂട് തെറ്റി പോകുമ്പോഴാണ് ആ ഒരു വേദനയുള്ള കരച്ചിലുകൾ. ആണല്ലേ? സാഡ്. അല്ലാത്തപ്പം വരൂല. ഇല്ലല്ല. എന്തായാലും സംഭവം ഒരു സിനിമയുടെ റിയാക്ഷൻ അല്ല പോസ്റ്ററിന്റെ റിയാക്ഷൻ ചെയ്യാൻ വന്നിട്ട് അതിലെ പോയ കിളിയുടെ വേറെ റിയാക്ഷൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് വിഷമടാ ഉള്ളില്. ഇന്നലെ അത് വന്നടാ, ഇന്നലെ പിന്നീട് അതിനുശേഷം വർക്ക് ചെയ്ത് വീഡിയോ ഇട്ടു രാത്രി, അതുവരെ എനിക്ക് ഇടക്കിടക്ക് ഇത് ഓർമ്മ വരുമായിരുന്നു. സംഭവം ആ കിളി അതിന്റെ കൂട്ടണഞ്ഞോ സത്യം കണ്ടെത്തിയതൊക്കെ. ഇത് കുറച്ച് നാൾ മുന്നേ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഈ കിളി കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഫീനിക്സിൽ. ആ കുഞ്ഞും ആ കിളി വല്ല തറയൊക്കെ പൊളിച്ച് വരുന്നുണ്ടോ? എന്തായാലും സംഭവം കൊള്ളാം, നൈസാണ്. എനിക്കിപ്പോഴും പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്നലെയാണ് ഇത് വന്നിരുന്നെങ്കിൽ ഈ സിനിമേന്റെ ഹൈപ്പ് വേറെ ഇന്നലത്തെ പോലെ ഒന്നും ആയിരിക്കില്ല. നാളെ ഹൈ ലെവലിലേക്ക് കയറിയാണ് സംഭവം. എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം പ്രതീക്ഷിക്കാം. വ്യക്തമാണ് കാര്യം. നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമയാണ് ഇതൊക്കെ. ഇങ്ങനെയുള്ള ടൈപ്പ് സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ എപ്പോഴും വെറൈറ്റിയിലേക്ക് ഇങ്ങനെ പോകുന്നതാണ് ഒരു നടൻ എന്ന നിലയിൽ അടിപൊളിയാവുന്നത്. നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാണ്ടല്ലോ വേറെ ലെവലായിട്ട് വരും. കാരണം മാനാട് നമുക്ക് അറിയാവുന്നതാണ്, പക്ഷെ മാസ് അപ്പുറത്ത് കിടക്കുന്നത്. അപ്പൊ അതും ഒരു ചെറിയൊരു പോരായ്മയായിട്ട് അവിടെ ഉണ്ട്. മാസ് പോലത്തെ ഐറ്റം വരികയാണെങ്കിൽ ആ സ്റ്റാർ നേരെ താഴേക്കാ. സത്യം അല്ലേ? അതായത് സൂര്യയുടെ ഒരു ലെവല് താഴത്തേക്ക് താഴ്ത്തിയ സാധനമാണ്. താഴ്ന്നു പോയത് മാസ് വന്നതിന് ശേഷം അതുവരെ നല്ല ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ആക്കി കളയരുതേ. എന്താണെങ്കിലും
ടെൻഷൻ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. ബൈ.